ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ഉപ്പുമാവ് റെസിപ്പി ആയാലോ. വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പുമാവാണേ. വാ നോക്കാം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഗ്യാസ് ഓണാക്കി അതിലോട്ട് നമ്മൾ പാൻ വെച്ച് കൊടുത്തു. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നെയ്യാണേ. അപ്പോൾ നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. റോസ്റ്റഡ് റവയാണ്, നമ്മൾ പാക്കറ്റിൽ തന്നെ റോസ്റ്റഡ് റവയെന്ന് എഴുതിയേക്കും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്ക്കകത്ത് ചൂടാക്കി എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുവാണേ. അപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം പാൻ തന്നെ വീണ്ടും അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലോട്ട് കടുകും ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തത്. അത് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നപ്പോഴേക്കും എടുത്ത് വെച്ച് ഒരു സവാളയാണ്, ഒരു ചെറിയ സവാളയായിരുന്നു. അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തോനെയൊന്നും സവാളയൊന്നും വഴണ്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ടിയിട്ടാൽ മതിയാവും. ഇനി നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇഞ്ചി, നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് ചെറിയൊരു പീസ് ഇഞ്ചിയാണേ, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുത്തു. അതിലോട്ട് ഒരു പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞതാണേ. അപ്പോൾ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുന്തിരിങ്ങയാണേ. ഉണക്കമുന്തിരി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇത് ചേർക്കുമ്പോൾ നമ്മൾ ഉപ്പുമാവ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ കഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം വെജിറ്റബിൾസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാരറ്റ്, ബീൻസൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇനി നമ്മൾ ഇതെല്ലാം വഴണ്ട് വന്നപ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ 1 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി വെള്ളം ഒന്ന് ജസ്റ്റ് തിളച്ച് വരണം. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി നമ്മളിതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റവ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കുകയും മറ്റേ കൈ കൊണ്ട് ഇളക്കുകയും വേണം, അല്ലെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാം കൂടെ ഇളക്കി എടുക്കുക, കട്ട കെട്ടാതെ ഇളക്കി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഓക്കെ, ഞാൻ ഇപ്പം ദാണ്ടെ വെള്ളവും നമ്മുടെ റവയും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയാണ് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്ന. എല്ലാ ഭാഗത്തും നമ്മുടെ വെള്ളം എത്തണം. അപ്പോൾ റവയും വെള്ളവും എല്ലാം കൂടെ ദാണ്ടെ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഇളക്കലിച്ചിരി പണിയാണ്. അപ്പോൾ ഓക്കെ, നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊന്നും തട്ടി എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി തട്ടിപ്പൊത്തി വെച്ച ശേഷം നമുക്കൊന്ന് അടപ്പ് വെച്ചിട്ട് അടച്ച് വയ്ക്കണം. ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പം അടച്ച് വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ 5 മിനിറ്റ് ശേഷം തുറക്കുകയാണ്. നല്ല ആവി, നല്ലൊരു മണമാണ്, നല്ല നെയ്യുടെ ഒരു മണം വരും. അപ്പോൾ നമ്മുടെ സെറ്റായി വന്നിട്ട് ഉപ്പ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ടേ നല്ല ആവി പറക്കുന്ന നല്ല നെയ്യുടെ മണമുള്ള ഉപ്പുമാവാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ദാണ്ടേ നമ്മൾ ഉപ്പുമാവൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ഉപ്പുമാവാണ്. എല്ലാവരും ഇനി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.